പെട്ടെന്ന് എന്തോ ഒരു ഉൾവിളി കിട്ടി, ഒരു ടോപ്പ് തയ്ച്ചാലോന്ന്. അപ്പം അമ്മയുടെ സാരി ഇരിക്കുന്നുണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല, അത് തന്നെ എടുത്തു. ഓൾറെഡി എൻ്റെ കയ്യിൽ പാറ്റേൺ ഉള്ളതുകൊണ്ട് അതൊന്ന് ചേഞ്ച് ആക്കി എനിക്ക് വരച്ചൊന്ന് സെറ്റ് ചെയ്യാൻ മാത്രമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ പക്ക ലൈനിങ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ ഇരുന്നൊരു ലൈനിങ് ആട്ടോ ഞാൻ എടുത്തത്. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തോന്നൽ വരും കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ലെങ്കിലും ഇതൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാനും അതിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാറ്റേൺ വെച്ച് ലൈനിങ് തുണിയും വെട്ടിയെടുത്തു, അതേപോലെ തന്നെ മെയിൻ ഫാബ്രിക് ഒക്കെ വെട്ടിയിട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ഈ പഴയ മെഷീനിലാട്ടോ സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. കാരണം ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നൂല് പൊട്ടി പോകുന്ന സീനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷമ കടത്തുന്നത്. അതേസമയം നമുക്ക് നല്ലൊരു മറ്റേ ടൈപ്പ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ലേറ്റ് ആയാലും വേണ്ടില്ല, ഇത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കിടക്കണം എന്നായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ ഈ കാണുന്ന മൈൻഡൊന്നും ഉണ്ടാവില്ലേ. എപ്പോഴും ഞാൻ സാരി ഇതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ നാശമാക്കി വെക്കാറുള്ളൂ, അതിനെനിക്ക് ചീത്തയും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ല സെറ്റായിട്ട് എനിക്ക് തയ്ക്കണം എന്നുണ്ടായിരുന്നു. തീർക്കാനുള്ളതൊക്കെ മാക്സിമം തീർത്തിട്ട് തന്നെ കേട്ടോ അന്ന് കടന്നത്. പിറ്റേന്നായപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ പണികൾ ഉണ്ടായിരുന്നുള്ളൂ. തയ്ച്ച് ഫിനിഷ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പണി പാളിയോ എന്നുള്ളൊരു തോന്നൽ വന്നു. ആ ഒരു മെറ്റീരിയലിൻ്റെ ഇത് വെച്ചിട്ടായിരുന്നു. പിന്നെ എല്ലാം അയൺ ചെയ്ത് സെറ്റ് ആയപ്പോഴത്തേക്കും റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഫൈനൽ ലുക്ക് വന്നപ്പോഴത്തേക്കും പക്ക ഒരു നല്ലൊരു റിച്ച് ലുക്കൊക്കെ എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് തോന്നിയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.